ഇത് കൊണ്ടുപോയി പുഴയിലൊഴുക്കുക. ഇതൊഴുകി കടലിലെത്തുമ്പോൾ എല്ലാം ശുഭം. ആത്മാവ് വന്നു. ആ ടിവിയുടെ ഓളി എന്ന് പറയണ. ആത്മാവിന്റെ പേരെന്താ? അയ്യോ മൂഞ്ചി കറണ്ടും പോയി. രാത്രി വിളിക്കാം, പക്ഷെ ഇന്നലത്തെ പോലെ അത് കാണിച്ചാ ഇത് കാണിച്ചെന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ വരല്ലേ. ഞാൻ കോള് കട്ടാക്കിട്ട് പോയി മെഴുകുതിരി എടുത്തോണ്ട് വാടാ. ഓ എല്ലാം കേട്ട് കാണും വേട്ടാവിളി. വെട്ടോ ഇങ്ങോട്ടടിയടാ. ഓ കിട്ടിയേ? ആ കിട്ടി. പെട്ടെന്ന് എടുത്തോണ്ട് വാ ഇങ്ങോട്ട്. ആ ദാ വരുന്ന്. നീ മെഴുകുതിരി ഉണ്ടാക്കാൻ നിൽക്കണ്ടൊന്ന് പെട്ടെന്ന് വാ. ആ ദാ വരുന്ന്. ആ മൂടും അങ്ങ് പോയി. നമുക്കേ ഇപ്പൊ ആ സിനിമയെ കണ്ട ഓജ ബോർഡ് കളിച്ചാലാ? അത് സിനിമ കണ്ടോ ഇറക്കാൻ പ്രാന്ത്? സിനിമയാണെന്ന് എനിക്കും അറിയാം. നമുക്കെന്തായാലും നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത് കറണ്ടും പോയി, കറക്റ്റ് ആംബിയൻസ് ഇരിക്കുകയാണ്. ചെയ്താലാ? നീ ചുമ്മാ ഇരുന്നാണ്. നീ അതിൽ കുത്തിക്കൊണ്ടിരിക്കാതെ വന്നാണ്. നമുക്ക് ചെയ്യാം. വാ വാ വാ. ഇയാളെ വന്നാണ്. എടാ വാടാ. എടുത്തോണ്ട് പോണോ നിന്റെ മെഴുകുതിരിയും പറയും. അപ്പൊ ചെയ്യണ്ടേ? നീ എന്ത് തേങ്ങയെങ്കിലും ചെയ്. ഓക്കെ. അവൻ്റെ ഒരു തേങ്ങാ പൊടി ഉള്ള മെഴുകുതിരി എല്ലാം ഒരുക്കി കാലിൽ ഒഴിച്ച്. ചിത്രരചന എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. എന്താടാ? വരുന്നു വരുന്നു. എല്ലാം ശരിയാക്കി വെച്ചേക്കുമ്പോ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ടങ്ങി വന്നാണ്. വെച്ചിട്ട് ഓടി. എന്ത് എന്താ ഒരു സംഭവം ഞാൻ മറന്നുപോയി. എന്താ എടുത്തിട്ട് അതും കൂടെ ഉണ്ടെങ്കിൽ പരിപൂർണമാവും. കിട്ടി. തുടങ്ങാം. ഇതെന്തോന്നടാ? ഇതെന്തരാണ് കണ്ടിട്ട് തോന്നുന്ന? ചന്ദനത്തിരി. ആദ്യം ചന്ദനത്തിരി കത്തിച്ചെടുക്കണം. എന്നിട്ട് കുടഞ്ഞ് കളയണം. എന്നിട്ട് ഇങ്ങനെ കറക്കി നമ്മൾ ദുരാത്മാക്കളെ ആവാഹിക്കണം. കുറച്ചു പോക നിനക്കും ഇരിക്കട്ടെ. ഓൾ സെറ്റ്. തുടങ്ങാം. ഇതെന്താണെന്നറിയോ? അത് ഗ്ലാസ്. ഇതാണ് ഐ ഓഫ് ഗോസ്റ്റ്. ഓ, ചായ ഗ്ലാസ്സിന് അങ്ങനെ പറയില്ലേ? അല്ല, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയോ? വെള്ളം അടിക്കാൻ ഉപയോഗിക്കും. അല്ല, ഇത് വെച്ചിട്ടാണ് നമ്മൾ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നത്. ഇതിലിങ്ങനെ നമ്മൾ പുക നിറയ്ക്കും. എന്നിട്ടത് ഈ മെഴുതിരിൻ്റെ മണ്ടയിൽ വയ്ക്കും. വെച്ചിട്ട് അനക്കും.
അപ്പം വരും പ്രേതം. പിന്നെ നിന്റെ ഈ ഓഞ്ഞ ഗ്ലാസ്സിലല്ലേ പ്രേതം ഒന്ന് കയറാൻ പോണേ. അതിപ്പോൾ അങ്ങനെയൊക്കെയാണ് സിനിമയിലൊക്കെ കാണിക്കുന്നത്. ഡേയ്, വെക്കുന്നതിന് മുമ്പ് വെക്കണ കൊള്ളാം. തുടക്കം തൊട്ട് അവസാനം വരെ കൈ അവിടെ തന്നെ ഇരിക്കണം. ഓ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. എന്താടാ ചുമ്മാ കയ്യാനെ കയറിയണം. ഞാൻ എനിക്ക് നിലടൊക്കെ പോടോ. പിന്നെ ആരെനക്കിയത്? കോപ്പ്, നിന്റെ ഒരു ഓഞ്ഞാ പോട്. ഊതിയിട്ടൊന്നും ഒരു കാര്യമില്ല. വന്ന സാധനം പോകത്തില്ല. ഊതുന്ന വന്ന ആര് വന്നു? ആത്മാവ്. പോടെ ഇറങ്ങി കഴിച്ച് എപ്പോൾ വേണമെങ്കിലും അകത്ത് പ്രവേശിക്കാം. എവിടുന്ന് കിട്ടിയടാ കുട്ടിപ്പിച്ചതിനെ? അത് പിന്നെ ഞാനും എൻ്റെ കുറച്ച് കമ്പനിക്കാരും കുറച്ച് നല്ല ഉദ്ദേശവുമായി കായൽക്കരയിൽ പോയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ക്യൂട്ട് ബേബി ആ വെള്ളത്തിൽ കിടക്കുന്നു. പിന്നെ ഞാൻ ഒട്ടും അമാന്തിച്ചില്ല. ചുറ്റുപാടും ആരും ഇല്ലെന്ന് ഞാൻ ഉറപ്പാക്കി. അതിനുശേഷം ഞാൻ ആ ക്യൂട്ട് ബേബിയെ മെല്ലെ കൈക്കലാക്കി. തിരിച്ചും മറിച്ചും ഞാൻ നോക്കി. ആ ബേബിയാണ് ഈ കിടക്കുന്ന കുട്ടിപ്പിശാച്. ആത്മാവകത്ത് വരുമ്പോൾ എന്തൊരു പരിപാടി ഇവിടെ! എന്തരാ വശപ്പശ കൊണ്ടല്ലോടെ. വെള്ളം, ടച്ചിങ്സ്, ഗ്ലാസ്, പിടുത്തം. കുപ്പിയൊന്നുമില്ലേ? കുപ്പിയൊന്നുമില്ല. നിങ്ങൾ പോയാണ്. സുഖമാമനൊരു പെഗ് താടേ. ഓ, പെഗ്ഗൊന്നുമില്ല. പെഗില്ലെങ്കിൽ പിന്നെ പുകയായിരിക്കും. 2 പുകയെങ്കിലും താടേ. അങ്ങനൊന്നും തരാല്ല. എന്നാ ഈ ചന്ദനത്തിരിയുടെ പുക മൊത്തം നിങ്ങൾ കൊണ്ടുപോയി. ഇപ്പം കത്തിച്ച് അങ്ങോട്ട് വെച്ചേ ഉള്ളൂ. എനിക്ക് തരാതെ കുടിച്ചമ്മനാണ് വയലിൽ കിടന്നത്. നിന്റെയൊക്കെ പുക ഞാൻ കാണിക്കും. അവനൊക്കെ എനിക്ക് പുക തന്ന് നാണം കെടുത്തി. നിന്റെയൊക്കെ എല്ലാ പരിപാടിയും ഞാൻ നിർത്തിത്തരാടാ. SI സാറിൻ്റെ നമ്പർ എടുത്തിട്ടുണ്ട്. SI സാർ ഇന്നാളെ പറഞ്ഞായിരുന്നു ഇവിടെ എന്തെങ്കിലും അനാശാസ്യമോ അവിചാരമോ നടക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയണമെന്ന്. SI 9895 1925. ഹലോ, SI സാറല്ലേ? അല്ല, CA ആണ്. അയ്യോ സോറി സാർ, സ്പെല്ലിങ് മാറിപ്പോയി. പുള്ളി കണ്ണും കാണാൻ വയ്യ. തന്നല്ലോ നമ്പര്. ഹലോ, സർക്കിൾ സാറല്ലേ? അതെ, എന്താ കാര്യം? സാറേ, പിന്നെ 10 ഏക്കറിന്റെ അടുത്തൊരു വാടക വീട്ടിൽ 3-4 പയ്യന്മാര് താമസിക്കുന്നില്ലേ? ഓ സാറേ, അത് തന്നെ. സാറേ, അവിടെ എന്തൊക്കെ അനാശാസ്യങ്ങളാ ആഭിചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാറേ, ഞാനിപ്പോ വരുമ്പോ അവിടെ ഒരു പെണ്ണിന്റെ കരച്ചിലൊക്കെ കേട്ട്. അവന്മാര് കള്ളും കഞ്ചാവും മയക്കും ഒക്കെയാണ് സാറേ. എന്നെ അവന്മാര് പ്രലോഭിപ്പിക്കാൻ നോക്കി. കള്ളും കഞ്ചാവും തന്നു. പക്ഷെ ഞാൻ വഴി കൊടുത്തില്ല സാറേ. ഓ സാറേ എനിക്ക് തോന്നുന്നു അവിടെ ഈ നരബലിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഓ സാറ് പെട്ടെന്ന് വരണേ. അമ്മ ഇപ്പൊ തന്നെ അമ്മ കൈയോടെ പിടിക്കാം. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഓ സാറ് വരൂ. ഓ ശരി സാറേ. എൻ്റെ അമ്മ, എന്തൊരാശ്വാസം. അമ്മാരെ പോകാൻ ഞാൻ കാണിക്കും. അങ്ങ് സ്വിച്ച് ഓഫ് ആയിരിക്കട്ടെ. നമ്മളില്ലേ, അവരായി അവരെ പാടായി. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് വേണം നാളെ നാട്ടുകാർ പറയാൻ ഞാനാണ് ഒറ്റ കൊടുത്തതെന്ന്. ഞാൻ പോണേ.